ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മിസ് എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാക്കി നിങ്ങൾക്ക് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ട് നോക്കാവുന്നതാണ്. മിസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് എ യങ് മാൻ തിങ്ക് ദാറ്റ് ഹിസ് ലൈഫ് ഇസ് റിച്ച്ഡ്? എന്തുകൊണ്ടാണ് യുവാവ് അവന്റെ ജീവിതം പരിതാപകരമാണ് എന്ന് ചിന്തിക്കുന്നത്? ബിക്കോസ് ഹി കുഡ് നോട്ട് ഫൈൻഡ് എ റെഡ് റോസ് ടു ഗീവ് ഹിസ് ബിലവ്ഡ്. എന്താണ്? റെഡ് റോസ് കിട്ടാത്തത് കൊണ്ടിട്ടാണ്, തൻ്റെ സ്നേഹത്തിന്, തൻ്റെ കാമുകിക്ക് കൊടുക്കാൻ ഒരു റെഡ് റോസ് ഇല്ല എന്നത് കൊണ്ടിട്ടാണ് യുവാവ് തൻ്റെ ജീവിതം എന്താണ് പരിതാപകരമാണ് എന്ന് വിചാരിക്കുന്നത്. വൈ ഡസ് എ നൈറ്റിംഗൽ തിങ്ക് ദാറ്റ് ദ സ്റ്റുഡന്റ് ഇസ് എ ട്രൂ ലവർ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് നൈറ്റിംഗൽ വിദ്യാർത്ഥി ഒരു യഥാർത്ഥ കാമുകനാണ് എന്ന് ചിന്തിക്കുന്നത്? ആൻസർ ആണ്, ആസ് ഹി ഫെയിൽഡ് ടു ഗെറ്റ് ദ റോസ് ഹി ബിക്കേം ഗ്രീഫ് സ്ട്രിക്കൺ ആൻഡ് ലാമൻസ് ഓവർ ഹിസ് ഫേറ്റ്. ദിസ് മേക്സ് എ നൈറ്റിംഗൽ തിങ്ക് ദാറ്റ് ദ സ്റ്റുഡന്റ് ഇസ് എ ട്രൂ ലവർ. അപ്പോൾ റെഡ് റോസ് കിട്ടാതായപ്പോൾ ഭയങ്കര വിഷമിച്ചും ദുഃഖിച്ചൊക്കെ ഇരിക്കുന്ന ആ കുട്ടിയെ കണ്ടതുകൊണ്ടിട്ടാണ് നൈറ്റിംഗൽ ഈ കാമുകൻ അല്ലെങ്കിൽ സ്റ്റുഡന്റ് യഥാർത്ഥ കാമുകനാണ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഓഥർ ഡിസ്ക്രൈബ് ദ ഫ്ലൈറ്റ് ഓഫ് ദ നൈറ്റിംഗൽ? നൈറ്റിംഗലിന്റെ പറക്കലിനെ രചയിതാവ് എങ്ങനെയാണ് വിവരിക്കുന്നത്? It spread its wings and soared high into the air. She passed through the groove like a shadow and sailed across the garden. അപ്പോൾ മേ ബി നമുക്ക് പറയാം, കഥയിൽ മരിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞുകൊണ്ടിട്ട് അല്ലെങ്കിൽ റെഡ് റോസ് അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ട് തോട്ടം മുഴുവൻ പറന്ന് നടക്കുന്ന ആ സിറ്റുവേഷൻ ഓൾറെഡി മിസ് എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ, അതാണ് ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ അക്കോർഡിംഗ് ടു ദ തേർഡ് റോസ് ട്രീ കുഡ് ദ നൈറ്റിംഗൽ ഗെറ്റ് എ റെഡ് റോസ്? മൂന്നാമത്തെ റോസ ചെടിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നൈറ്റിംഗലിന് ഒരു ചുവന്ന റോസാപ്പൂ ലഭിക്കുന്നത്? ആൻസർ ആണ്, ദ നൈറ്റിംഗൽ ഷുഡ് പ്രസ് ഇറ്റ്സ് ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് ദ തോൺസ് ആൻഡ് സിംഗ് ദ ഹോൾ നൈറ്റ്. ഇറ്റ്സ് ലൈഫ് ബ്ലഡ് ഷുഡ് ഫ്ലോ ഇൻ ടു ദ വെയിൻസ് ഓഫ് ദ റോസ് ട്രീ. അപ്പോൾ ആ നിലാവുള്ള രാത്രിയിൽ നൈറ്റിംഗൽ ഫുൾ ടൈം പാടുകയും വേണം, തൻ്റെ നെഞ്ചിനോട് ചേർത്ത് മുള്ള് ഹൃദയത്തിൽ എത്തുന്നത് വരെ അമർത്തുകയും വേണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് റെഡ് റോസ് കിട്ടുമെന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ നൈറ്റിംഗൽ തിങ്ക് ഓഫ് സാക്രിഫൈസിങ് ഹർ ലൈഫ്? എന്തുകൊണ്ടാണ് നൈറ്റിംഗൽ തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ ചിന്തിച്ചത്? ദ നൈറ്റിംഗൽ തോട്ട് ദാറ്റ് ദ ലവ് ഇസ് ബെറ്റർ ദാൻ ലൈഫ്. സ്നേഹമാണ് ജീവിതത്തേക്കാൾ പ്രാധാന്യമെന്ന് വിചാരിച്ചു. ഇറ്റ് ഓൾസോ ബിലീവ് ദാറ്റ് ദ ഹാർട്ട് ഓഫ് എ ബേർഡ് ഇസ് നത്തിങ് കമ്പയർഡ് ടു ദ ഹാർട്ട് ഓഫ് എ മാൻ. എന്താണ്? ഹൃദയം, മനുഷ്യന്റെ ഹൃദയമാണ് എൻ്റെ കിളിയുടെ ഹൃദയത്തിനേക്കാൾ നല്ലത് എന്നാണ് നൈറ്റിംഗൽ വിചാരിക്കുന്നത്. സിക്സ്ത് വൺ, what would happen if the nightingale did not press its breast closer against the thorn? നൈറ്റിംഗൽ അതിന്റെ ഹൃദയത്തിന്റെ മുള്ളിന് നേരെ അടുപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The blood of the nightingale would not flow into the veins of the rose tree and it might not give a red rose. എന്താണ്? ആ ബ്ലഡ് റെഡ് റോസിന്റെ വെയിൻസിൽ എത്തില്ല. അങ്ങനെ ആവുമ്പോൾ ഒരു റെഡ് റോസ് തരാൻ ആ റോസ് ചെടിക്ക് പറ്റില്ല. അതുകൊണ്ടിട്ടാണ് കൂടുതൽ പ്രസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ പ്രസ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് അതായിരിക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റെഡ് റോസ് കമ്പയർഡ് ടു? ചുവന്ന റോസാപ്പൂവിനെ എന്തിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? ടു ദ റോസ് ഓഫ് ദ ഈസ്റ്റേൺ സ്കൈ. ഈസ്റ്റേൺ സ്കൈയിലെ റോസിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ ലാസ്റ്റ് മൊമെന്റ്സ് ഓഫ് ദ നൈറ്റിംഗൽ. നൈറ്റിംഗലിന്റെ അവസാന നിമിഷങ്ങൾ വിവരിക്കുക. ഹർ വോയിസ് ഗ്രൂ ഫെയിൻറ്റർ, വിങ്സ് ബിഗാൻ ടു ബീറ്റ് ആൻഡ് എ ഫിലിം കെയിം ഓവർ ഐസ്. ഹർ സോങ് ഗ്രൂ ഫെയിൻറ്റർ ആൻഡ് ഷീ ഫെൽറ്റ് സംതിങ് ചോക്കിംഗ് ഇൻ ഹർ ത്രോട്ട്. ഷീ ഗേവ് വൺ ലാസ്റ്റ് ബേർസ്റ്റ് ഓഫ് മ്യൂസിക് ആൻഡ് ഡൈഡ്. അപ്പോൾ ആ ശബ്ദം എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതും, എന്താണ് ചിറക് വിറക്കുന്നതും, പിന്നെന്താണ് എന്തൊക്കെയോ കണ്ണിന്റെ മുമ്പിൽ വരുന്ന ദൃശ്യങ്ങളും, പിന്നെന്താണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തോ തൊണ്ടയിൽ എന്തോ ശ്വാസം മുട്ടുന്ന ഒരു ഫീലിങ്ങും, അവസാനമായിട്ട് പാട്ട് പാടുന്നതും പിന്നെ മരിക്കുന്നതുമാണ് നമുക്ക് കാണാവുന്നത്. നയൻത് വൺ, വൈ ഡിഡ് ദ പ്രൊഫസർ ഡോട്ടർ അക്സെപ്റ്റ് ദ റെഡ് റോസ്? എന്തുകൊണ്ടാണ് പ്രൊഫസറുടെ മകൾ ചുവന്ന റോസാപ്പൂവ് സ്വീകരിക്കാത്തത്? ഷീ ഗേവ് മോർ വാല്യൂ ടു വെൽത്ത് ആൻഡ് പൊസിഷൻ ദാൻ ടു ലവ്. എന്താണ്? ചീംബർലൻസിന്റെ നെഫ്യൂ എന്ന് പറയുമ്പോൾ പൊസിഷൻ ഉള്ള ഒരാളായി, അപ്പോൾ പിന്നെ ജുവൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമ്പത്തിനും പേരിനും സ്ഥാനത്തിനുമാണ് എന്താണ് സ്നേഹത്തിനേക്കാൾ പ്രാധാന്യം ആ പെൺകുട്ടി കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, മിസ് പറഞ്ഞല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ട് നോക്കാവുന്നതാണ് കേട്ടോ. ലെറ്റ് us റീവിസിറ്റ്. അപ്പോൾ റീവിസിറ്റ് എന്ന് പറയുമ്പോൾ കഥയിലോട്ട് പോയിട്ട് കഥയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. പുട്ട് എ ടിക്ക് മാർക്ക്. അപ്പോൾ നമുക്ക് ടിക്ക് മാർക്ക് ഇടണം. ടിക്ക് മാർക്ക് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബോക്സ്. അപ്പോൾ ബോക്സിൽ നമ്മൾ ടിക്ക് മാർക്ക് ഇടണം. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ റോസ് ദാറ്റ് ദ സ്റ്റുഡൻറ് സെർച്ചസ് ഫോർ?
ആ ആൺകുട്ടി തിരയുന്ന ആ റോസിന്റെ കളർ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ്, വൈറ്റ്, യെല്ലോ, പിങ്ക്. ചാപ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹെൽപ്പ് ഒന്നും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാം. റെഡ് അല്ലെ, റെഡ് റോസ് ആണ് നമ്മുടെ ബോയ്ക്ക് വേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ നൈറ്റിംഗിൾ അഡ്മയർ അബൌട്ട് ദ സ്റ്റുഡന്റ്? നൈറ്റിംഗിൾ ആ കുട്ടീനെ സ്റ്റുഡന്റിനെ കുറിച്ച് അഡ്മയർ ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹി ഈസ് എ ഗുഡ് സിംഗർ, ഹി ലൈക്സ് ബേർഡ്സ്, ഹി വാല്യൂസ് ലവ് അബൌവ് എനിത്തിങ് എൽസ്, ഹി വെയർസ് റിയലി നൈസ് ക്ലോത്ത്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? എന്താണ്? ഹി വാല്യൂസ് ലവ് അബൌട്ട് എനിത്തിങ് എൽസ് അല്ലെ, സ്നേഹത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുട്ടിയാണ്, വില കൊടുക്കുന്നുണ്ട്. തേർഡ് വൺ, വേർ ഡസ് ദ സ്റ്റുഡന്റ് പ്ലാൻ ടു പ്രസന്റ് ദ റോസ് ടു ദ ഗേൾ? സ്റ്റുഡന്റ് എവിടെ വെച്ചിട്ടാണ് റോസ് കൊടുക്കാൻ പോകുന്നത്? അറ്റ് ഹെർ ഹൗസ്, അറ്റ് ദ പ്രിൻസ് ബോൾ, അറ്റ് സ്കൂൾ, അറ്റ് ദ ഫുട്ബോൾ ഗെയിം. എവിടെ വെച്ചിട്ട് കൊടുക്കാന്നാ പറയുന്നത്? പ്രിൻസ് ബോളിന് പോവാൻ വേണ്ടിട്ട് അല്ലെ. Why couldn't the student find a red rose by himself? Fourth one ആണ്, all the rose trees were dead, he was lazy, the tree refused to give any of it roses. Fourth option പറയുന്നത് the red rose tree was withered in the winter. അപ്പോൾ അതാണ് നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് വരുന്നത്. the red rose tree was withered in the winter അല്ലെ. വിതർ എന്ന് പറയാം എല്ലാം ഇങ്ങനെ പോവുക, കൊഴിഞ്ഞു പോകുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ കൊമ്പ് ബ്രേക്കായി, എൻ്റെ മുട്ടു പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സോ അതാണ് അവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് ഡൺ ബൈ ദ നൈറ്റിംഗിൾ ടു ഗെറ്റ് ദ റോസ്? നൈറ്റിംഗിൾ റോസ് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, ചെയ്യാത്ത കാര്യം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഷീ സാങ് എ ബ്യൂട്ടിഫുൾ സോങ് ഓൾ നൈറ്റ്, ഷീ യെൽഡ് അറ്റ് ദ ട്രീസ് അണ്ടിൽ ദേ ഗേവ് ഹർ എ റോസ്, ഷീ ഗേവ് ഹർ ബ്ലഡ് ടു ദ ട്രീ, ഷീ സെർച്ച്ഡ് ഓൾ ദ റോസ് ട്രീസ് ഇൻ ദ ഗാർഡൻ. ഇതിൽ ചെയ്യാത്ത കാര്യം എന്താണ്? ഷീ യെൽഡ് അറ്റ് ദ ട്രീസ് അല്ലേ, മരത്തിനോട് ഒച്ചെടുത്തോ? ഒച്ചെടുത്തില്ല. Why did the professor's daughter reject the flower? ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. It was not beautiful. She was sad about the death of the nightingale. She liked yellow roses better. Money and jewels were more important for her than love. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ നമുക്കറിയാം ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് റോസ് സ്വീകരിക്കാഞ്ഞത്. ബിക്കോസ് മണി ആൻഡ് ജുവൽസ് were more important for her than love. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആക്ടിവിറ്റീസിൽ എന്തായാലും ഈ ആക്ടിവിറ്റി 1 കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ്. പാഠം ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷൻസും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, യു ഹാവ് റെഡ് ദ സ്റ്റോറി ദ നൈറ്റിംഗിൾ ആൻഡ് ദ റോസ്, ഹാവൻറ്റ് യു? നൗ റീഡ് ദ സ്റ്റോറി വൺസ് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ഹൗസ്. അപ്പോൾ നമ്മൾ കഥ വായിച്ചില്ലേ എന്നാ ചോദിക്കുന്നത്. നൈറ്റിംഗിൾ ആൻഡ് റോസിന്റെ കഥ നമ്മൾ വായിച്ചല്ലേ, നമ്മൾ അത്രയും എന്താ പറയുക, മിസ് ഭയങ്കര ഇൻവോൾവ് ആയി. നിങ്ങൾ ഇൻവോൾവ് ആയെന്ന് എനിക്കറിയില്ല. മിസ് അങ്ങനെയാണ്, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എക്സ്ട്രീം അതിൻ്റെ ഉള്ളിലോട്ട് പോകും, തിരിച്ച് പിന്നെ എന്താണ് വരാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ സോ ഇവിടെ നമ്മൾ കഥ വായിച്ചു. ഇനി നമ്മളോട് ഒരു സ്റ്റോറി ഹൗസ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊന്നും കൂടി കഥ ശരിക്കും വായിക്കണം. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് കഥയൊക്കെ വായിച്ചിട്ട് ആ സ്റ്റോറി ഹൗസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഇമേജ്. ഇങ്ങനെ തന്നെ മിസ്സിന് ഇപ്പോൾ എഴുതാൻ സ്ഥലമില്ല, കാരണം ഇതിൽ ഇപ്പോൾ മിസ് സെറ്റിങ്ങും ക്യാരക്ടേഴ്സും ക്ലൈമാക്സും ഇവൻസും ഫൈനൽ ഇവൻസ് ഒക്കെ എഴുതാൻ മിസ്സിന് സ്ഥലമില്ല. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫുൾ പേജിൽ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചെറുതാക്കി എഴുതാം. അപ്പോൾ മിസ് ഇതിനെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി ചെയ്യണം. ഹെഡിങ് നോക്കണം, ശ്രദ്ധിച്ചിട്ട് വേണം അതിൻ്റെ അടിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്റ്റോറി ഹൗസ് സെറ്റിംഗ് ആണ്. അപ്പോൾ എവിടെയാണ് കഥ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഗാർഡൻ ഉണ്ട്, ഗാലറി ഉണ്ട്, സ്റ്റുഡൻറ് ഹൗസ് ആൻഡ് വിൻഡോ ഉണ്ട്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് വരുന്നത് നോക്കാം. നൈറ്റിംഗിൾ ഉണ്ട്, ഗാർഡൻ ലിസാർഡ് ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഡോട്ടർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്ക് ട്രീനെ ഇൻക്ലൂഡ് ചെയ്യാം, റോസ് ട്രീസ് ഉണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോറി ഹൗസ് ക്ലൈമാക്സ് ആണ്. അപ്പോൾ ക്ലൈമാക്സ് ആണ് പിന്നത്തെ കോളം തന്നേക്കുന്നത്. നൈറ്റിംഗിൾ pressed her breast against the thorn and started singing. Red rose appeared and the nightingale died. കംപ്ലീറ്റ് എൻറ്റയർ എഴുതാൻ പാടില്ല, ക്ലൈമാക്സിൽ എന്ത് സംഭവിച്ചത് അത് മാത്രം എഴുതി വെക്കുക. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവൻസ് ആണ്. അപ്പോൾ ഇവൻസ് അത്യാവശ്യം കുറേ ഉണ്ടല്ലോ. യങ് സ്റ്റുഡൻറ് ലവ്സ് എ ഗേൾ. ഷി ആസ്ക്ഡ് ദ സ്റ്റുഡൻറ് ടു ബ്രിങ് ഹർ എ റെഡ് റോസ്. As he could not get the red rose, he becomes dejected. Dejected എന്ന് പറയുമ്പോൾ നിരാശനാവുന്ന ആ സിറ്റുവേഷൻ ആണ്. Nightingale feels pity and requests every rose tree to give her a rose. ഓരോ ചെടിയുടെ അടുത്ത്, ഓരോ റോസ് ചെടിയുടെ അടുത്തും ചെന്നിട്ട് റോസ് ചോദിക്കുന്ന സിറ്റുവേഷൻ. At last a rose tree asks the nightingale to give her life blood. നിന്റെ ജീവരക്തം തന്നു കഴിഞ്ഞാൽ ചുമന്ന പൂ തരാമെന്ന് പറയുന്നുണ്ട്. പിന്നെയോ ഫൈനൽ ഇവൻസിൽ എന്താണ്? Nightingale sacrifices its life for the student. The lover rejects his rose and his love. എന്താണ്? ആ പെൺകുട്ടി ആ സ്നേഹവും റിജക്റ്റ് ചെയ്യുന്നുണ്ട്, പൂവും റിജക്റ്റ് ചെയ്യുന്നുണ്ട്.
ലെറ്റ് us enrich our vocabulary. അപ്പോൾ നമ്മുടെ vocabulary enrich ചെയ്യാം. നമുക്ക് എന്താണ് നമുക്ക് അറിയാവുന്നത് അതിനെ കുറച്ചും കൂടി enrich ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂട്ടാം. നമ്മുടെ വിവരം റിച്ച് ആവുമെന്ന് പറയുമ്പോൾ എന്താണ്, പണക്കാരനാവുക. ഇവിടെ vocabulary ആണ് കുറച്ചും കൂടി തന്ന് നിങ്ങളെ റിച്ച് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1, look at the sentence quoted below. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The musicians will sit in their gallery, said the young student, and play upon their stringed instruments, and my love will dance to the sound of the harp and the violin. ആ സിറ്റുവേഷൻ പറയുന്നുണ്ടല്ലോ, മ്യൂസിഷ്യൻസ് ഹാർപ്പും വയലിൻ പ്ലേ ചെയ്യും. അപ്പോൾ എൻ്റെ സ്നേഹം അതിനോടൊത്ത് ഡാൻസ് ചെയ്യും, പക്ഷേ പൂവില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ അവിടെ ഗാലറിയിൽ ഇരിക്കേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ഇതിലെന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഹാർപ്പ് ആൻഡ് വയലിൻ ആർ സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. സ്ട്രിങ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പി ഉള്ളത് അല്ലേ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഹിയർ ഇസ് ലിസ്റ്റ് ഓഫ് സം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്ലാസിഫൈ ദം ആസ് സ്ട്രിങ്ഡ്, വിൻഡ് ആൻഡ് പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സിന്റെ പേരൊക്കെ ഒന്ന് നോക്കാം. ഈ പേര് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അക്കോർഡിയൻ, ബാക്ക് പൈപ്പ്, ബാരൽ, ബാസ് ഡ്രം, ചെണ്ട, ക്ലാർനെറ്റ്, ദോലക്, ഫ്ലൂട്ട്, ഗിറ്റാർ, ഹാർമോണിയം, മദ്ദളം, മോഹനവീണ, മൃദംഗം, ഷാൻഗ്വാങ്, സാരംഗി, സാക്സോഫോൺ, സിത്താർ, തബ്ല, വീണ, സുർണ. ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഒന്ന് നോക്കാം. ഒരു സ്ട്രിങ്ഡ് ആണോ എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് നോക്കാം. ദോലക് സ്ട്രിങ്ഡ് ആണോ, ബാക്ക് പൈപ്പ്, അക്കോർഡിയൻ, ചെണ്ട, ബാസ് ഡ്രം, ബാരൽ. ഇപ്പോൾ പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ പിക്ചേഴ്സ് എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ, ഇത് മിസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയണമല്ലോ എന്തിനാണ് സ്ട്രിങ് ഉള്ളത് എന്തിനാണ് സ്ട്രിങ് ഇല്ലാത്തതെന്ന് നമുക്ക് അറിയണം. ഹാർമോണിയം, സാരംഗി, ഗിറ്റാർ ഉണ്ട്. സാക്സോഫോൺ, ഷാങ്വാങ്, മദ്ദളം ഉണ്ട്. മോഹനവീണ, വീണ ഡിഫറെൻ്റ് ആണ് കേട്ടോ. മൃദംഗം, ക്ലാർനെറ്റ്, കണ്ടോ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ക്ലാർനെറ്റ്, ഫ്ലൂട്ട് ഉണ്ട്, പിന്നെ സിത്താര, തബ്ല, ഇത്രയും കാര്യങ്ങളുണ്ട്. സുർണ, വീണയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് സ്ട്രിങ് ഉള്ളത് ഏതാണ് സ്ട്രിങ് ഇല്ലാത്ത എന്താണെന്ന്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കണ്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻസിൻ്റെ കാണാൻ പറ്റും. സ്ട്രിങ്ഡ്, വിൻഡ് ആൻഡ് പെർക്യൂഷൻ കണ്ടിട്ടുണ്ട്. എന്താണ് സ്ട്രിങ്ഡിൽ ഗിറ്റാർ, മോഹനവീണ, സാരംഗി, സിത്താർ, വീണ തന്നിട്ടുണ്ട്. അക്കോർഡിയൻ ഒക്കെ വിൻഡാണ്. ബാക്ക് പൈപ്പ്, ബാരൽ, ക്ലാരറ്റ്, ഫ്ലൂട്ട്. അടുത്ത കോളത്തിൽ വരുന്നതാണ് ബാസ് ഡ്രം, ചെണ്ട, ധോലക്, മദ്ദളം ആൻഡ് മൃദംഗം വരുന്നുണ്ട്. പിന്നെ വരുന്നത് സ്ട്രിങ്ഡ് ഓൾറെഡി തീർന്നു. പെർക്യൂഷനിൽ നമുക്ക് തബ്ല വരുന്നുണ്ട്. വിൻഡിൽ ഹാർമോണിയം, സാക്സോഫോൺ, ഷേങ്വാങ്, സുർണ, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇൻസ്ട്രുമെന്റ്സിനെ 3 കോളത്തിൽ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നിങ്ങളുടെ ബുക്കിലുണ്ട്, നിങ്ങളിതൊന്ന് ഫില്ല് ചെയ്തേക്കണേ. Moving on to activity 2. Activity 2 എത്തി. Read the following sentences from the story. On the topmost spray of the rose tree, there blossomed a marvelous rose. What a wonderful piece of luck, he cried. Here is a red rose. അപ്പോൾ നമുക്ക് ഇവിടെ 2 വേർഡ്സ് കാണാം അല്ലേ. 2 വേർഡ്സ് നമ്മൾ ഡിഫറെൻറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. മാർവലസ് ആൻഡ് വണ്ടർഫുൾ. ഈ 2 വേർഡ്സിൻ്റെയും സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ? എന്താണ് സ്പെഷ്യാലിറ്റി? മാർവലസ്, വണ്ടർഫുൾ, രണ്ടിനും ഒരേ അർത്ഥമാണ്, ഒരേ മീനിങ് തരുന്ന വേർഡ്സ് ആണ് അവർ. ഇങ്ങനെയുള്ള വേർഡ്സിന് നമ്മൾ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? സിനോണിംസ്. നമ്മൾ കുറേ ആന്റോണിംസ് കേട്ടിട്ടുണ്ട്. ആന്റോണിംസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് മീനിങ്സ് ഉള്ള വേർഡ്സ് ആണ്. ആന്റോ എന്ന് പറയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് മീനിങ്സ് ഉള്ള വേർഡ്സ് ആണ്. ഇത് സിനോണിംസ് ആണ്. മിസ് പറഞ്ഞു തരുമ്പോൾ മിസ് വ്യക്തമായി പറഞ്ഞു തരാം. സിനോണിംസ് സെയിം എന്നുള്ളതാണ്. അപ്പോൾ സിനോണിംസ്, ഫൈൻഡ് ഔട്ട് ദ സിനോണിംസ് ഓർ റൈറ്റ് ദ സിനോണിംസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെയിം മീനിങ് ഉള്ള വേർഡ് എടുത്തെഴുതണം. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഫോർ യുവർ 9th സ്റ്റാൻഡേർഡ് എക്സാം അല്ലേ. 9th സ്റ്റാൻഡേർഡ്, 8th സ്റ്റാൻഡേർഡ്, 10th സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള എക്സാംസിന് മാത്രമുള്ളതല്ല ഇത് അല്ലേ. ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. ഇപ്പം നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 10 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഇംഗ്ലീഷ് വേണ്ടാന്നല്ല. എന്ത് എക്സാംസിന് നിങ്ങൾ പോയിക്കോട്ടെ, ഏത് എക്സാംസിന് നിങ്ങൾ പോയിക്കോട്ടെ, ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പർ എന്തായാലും ഉണ്ടാവും. ആ പേപ്പറിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിക്ക് ഓഫ് ദ സിനോണിംസ്, പിക്ക് ഓഫ് ദ ആന്റോണിയംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ സിനോണിംസ് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം മീനിങ് ഉള്ള വേർഡ്സ് ആണ്. ആന്റോണിംസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മീനിങ്സ് ഉള്ള വേർഡാണ്. ഓർമ്മയിരിക്കൂലേ?
ഒന്നും ഓർക്കാനില്ല, സെയിം ആണെന്നുള്ള ഓർത്താൽ മതി. സിനോണിം സെയിം, ആന്റോണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആണെന്ന് ഓർക്കുക. AOSS. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം. The words underlined are synonyms. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് സിനോണിംസ് ആണ്. സിനോണിംസ് ആർ വേർഡ്സ് ഓർ എക്സ്പ്രഷൻ വിച്ച് ഹാവ് ദ സെയിം ഓർ നിയർലി ദ സെയിം മീനിങ് ആസ് അനദർ ഇൻ ദ സെയിം ലാംഗ്വേജ്. ഒരു സെയിം ലാംഗ്വേജിൽ, ഒരേ ഭാഷയിൽ ഒരുവിധം അടുത്തോ അല്ലെങ്കിൽ കറക്റ്റ് എക്സാക്ട് മീനിങ് വരുന്നതോ ആയ വാക്കുകളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. ബിഗ് ആൻഡ് ലാർജ് അല്ലേ? ബിഗും ലാർജും സിനോണിംസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ബിഗും ലാർജും നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു വേർഡാണ്. രണ്ടും സിനോണിംസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. Find the words and pair them as synonyms from the list below. അപ്പോൾ നമുക്ക് കുറച്ച് ലിസ്റ്റ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് നമുക്ക് സിനോണിംസ് ആയിട്ട് പെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് സെയിം മീനിങ് ഉള്ള രണ്ട് വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. വേർഡ്സ് ഒന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡോൺ, റൂഡ്, ടെൻസ്, വെൽത്തി, സ്ലൈറ്റ്, ഡേബ്രേക്ക്, പ്രൂഡന്റ്, വിസ്പർ, ഹെൽത്തി, റിച്ച്, നെർവസ്, ഇംപൊളൈറ്റ്, മർമർ, ഫിറ്റ്, വൈസ്, ഫെയിൻറ്റ്. ഇതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള വേർഡ്സ്. ഇതിനെന്താ പറഞ്ഞിരിക്കുന്നത്? സിനോണിംസ് ആയിട്ട് പെയർ ചെയ്ത് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്തിട്ടുണ്ട് മിസ് ആക്ടിവിറ്റി. ഡോൺ ഡേ ബ്രേക്ക് ആണ് അല്ലെ? ഡേ ബ്രേക്കും ഡോണും സെയിം മീനിങ് ആണ്. ടെൻസ് നെർവസ്, റൂഡ് ഇംപൊളൈറ്റ്, വെൽത്തി റിച്ച്, ഹെൽത്തി ഫിറ്റ്, വിസ്പർ മർമർ, പ്രൂഡന്റ് വൈസ്, സ്ലൈറ്റ് ഫെയിൻറ്റ്. അപ്പോൾ തന്നിട്ടുണ്ട് വേർഡ്സ്. The student, the nightingale and the professor's daughter are the characters in the story. അല്ലേ? മൂന്ന് ക്യാരക്ടേഴ്സ്, ദ നൈറ്റിംഗൽ, സ്റ്റുഡൻറ്റും പ്രൊഫസർ ഡോക്ടർ ആണ് മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി വരുന്നത്. വാട്ട് ഓൾ ട്രേറ്റ്സ് ഡസ് ഈച്ച് ക്യാരക്ടർ ഹാവ് ഇൻ ദ സ്റ്റോറി? ഇവർക്ക് മൂന്നുപേർക്കുള്ള ക്യാരക്ടേഴ്സ് ട്രേറ്റ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിൽ ഇൻ ദ ഫോളോയിങ് ചാർട്ട് വിത്ത് വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ ദാറ്റ് ആർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ദ ട്രേറ്റ്സ് ഓഫ് ഈച്ച് ക്യാരക്ടർ. ഓരോ ക്യാരക്ടേഴ്സിനും അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്, ഫോളോയിങ് ചാർട്ട് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റായിട്ട് വേർഡ്സ് ഫില്ല് ചെയ്ത് എടുത്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ? അപ്പോൾ അവരുടെ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോണത്. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്സ്. ഇന്നസെൻസ്, മണി, ലവ്, വിസ്ഡം, നേച്ചർ, ഹീറോയിസം, ഗ്രീഡ്, നോളജ്, ഡെത്ത്, കമ്പാഷൻ, സാക്രിഫൈസ്, പ്രൈഡ്, ബ്യൂട്ടി, പ്യൂരിറ്റി, ലവ്, truth, bravery, frivolous, serious, sincere, insincere, shallow, profound, sensitive, insensitive, romantic, realistic, superficial, selfless, snobbish, intellectual, sentimental. അങ്ങനെ കുറേ വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ വേർഡ്സ് നമുക്ക് ക്യാരക്ടർ ഇതിന് ട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് ആർക്കൊക്കെയാണ് മാച്ച് ചെയ്യുന്നതനുസരിച്ച് മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റുഡൻറ്റ്, പ്രൊഫസർ ഡോക്ടർ, നൈറ്റിംഗൽ. അപ്പോൾ ഇത്രയുണ്ട്. ഇന്നസെൻസ്, ലവ്, ട്രൂത്ത്, സീരിയസ്, സിൻസിയർ, സെൻസിറ്റീവ് ഒക്കെ സ്റ്റുഡൻറ്റിനാണ് ട്രേറ്റ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫസേഴ്സ് ഡോട്ടേഴ്സിനെ മണി, ഗ്രീഡ്, പ്രൈഡ്, ഇൻസിൻസിയർ ആണ് കൊടുത്തിരിക്കുന്നത്. നൈറ്റിംഗലിന് കൊടുത്തിരിക്കുന്നത് ഇന്നസെൻസ്, ലവ്, നേച്ചർ, ഹീറോയിസം, കമ്പാഷൻ ആൻഡ് സാക്രിഫൈസ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റുഡൻറ്റിന് റിയലിസ്റ്റിക്കും റൊമാൻറ്റിക്കും കൊടുത്തിട്ടുണ്ട്. നൈറ്റിംഗലിന് ബ്രേവറി, പ്യൂരിറ്റി, സിൻസിയർ, സെൽഫ്ലെസ്, റിയലിസ്റ്റിക്. കുറേ ട്രേറ്റ്സ് നമ്മൾ നൈറ്റിംഗലാണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് നൈറ്റിംഗലാണ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദാറ്റ് സ്റ്റോറി അല്ലേ? നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് മൂവ് ചെയ്യാണ്. ലെറ്റ്സ് റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ എഴുതാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കുറേയൊക്കെ ഇമ്പ്രൂവ് ആവും. സ്വന്തമായിട്ട് എഴുതാൻ നോക്കുക. മിസ് ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിസ് എഴുതിയിരിക്കുന്നത് പോലെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ഒക്കെ ഒന്ന് മാറ്റി ഫ്രെയിം ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എഴുതാം. ആക്ടിവിറ്റി 1. Evaluate the student in terms of his studies, his understanding of the world, his feelings for love, etc. based on your reading of the story. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറിയിൽ നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടർ കണ്ടു. അപ്പോൾ നമ്മൾ ആ സ്റ്റുഡൻറ്റിനെ ഒന്ന് വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റഡീസിൻ്റെ ബേസിൽ, ലേണിങ്ങിൻ്റെ ബേസിൽ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡിനെയും ഫീലിങ്സ് ഓഫ് ലവിന്, ഈ സ്നേഹവും ലോകവും പഠിപ്പും ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദി സ്റ്റോറി ടു സപ്പോർട്ട് യുവർ ഐഡിയാസ്. വെറുതെ ചുമ്മാ കണ്ടുപിടിക്കുക എഴുതാനല്ല, നമുക്ക് സ്റ്റോറി എന്നുള്ള ലൈൻസും പിക്ക് ഔട്ട് ചെയ്തിട്ട് എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. The student in the story, the nightingale and the rose, is very romantic, sensitive and passionate. He feels depressed when he fails to get a red rose for his beloved. Sorrow has set her seal upon his brow and he feels lonely. അപ്പോൾ കഥയിലെ വരികളും എടുത്തെഴുതാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ആ ലൈൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. His studies do not make him wise. He is blind with love.
അല്ലേ? സ്നേഹം കാരണം കണ്ണ് കാണാൻ പറ്റില്ല, കാരണം അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ക്യാരക്ടർ മേ ബി അനലൈസ് ചെയ്യാൻ പറ്റിയാനായിരുന്നു. സോ ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ നേച്ചർ ഓഫ് ദ ഗേൾ. ഹി തിങ്സ് ഷീ വിൽ ഹാവ് നോ ഹീഡ് ഓഫ് മീ ആൻഡ് മൈ ഹാർട്ട് വിൽ ബ്രേക്ക്. അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഹൃദയം തകരും എന്നാണ് പറയുന്നത്. ഹി ഈസ് സിൻസിയർ ഇൻ ഹിസ് ലവ്, സോ ഹി വീപ്സ് തിങ്കിങ് ഓഫ് ഹിസ് ഇൽ ഫേറ്റ്. The nightingale feels pity and decided to sacrifice its life for the sake of the boy. Finally, when he gets the red rose, he rushes to his beloved. She tells him, I am afraid it will not go with my dress. She says that the Chamberlain's nephew has sent her precious jewels. She rejected the student by saying that jewels cost far more than flowers. The student finally realizes that his lover is ungrateful. He throws the flower into the street. The poor lover walks away saying, what a silly thing love is. The ending of the story makes us think seriously about the issues like love, sacrifice, greed, etc. അപ്പോൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ അവസരം തരുന്ന ഒരു പാഠമാണ് സ്നേഹം, ത്യാഗം, അത്യാഗ്രഹം. ഈ 3 കാര്യങ്ങളാണ് നമ്മളോട് പാഠം പറഞ്ഞു തരുന്നത്. ആരുടെയാണ് സ്നേഹം, ആരുടെയാണ് ത്യാഗം, ആരുടെയാണ് അത്യാഗ്രഹം എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റുഡൻറ്റിനെ വാലുവേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും സെൻറ്റൻസസ് എടുത്ത് എഴുതണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആൻസറിന് ഒരു ക്ലാരിറ്റി വരുള്ളൂ അല്ലേ, ഒരു ക്വാളിറ്റി ഒക്കെ വരുള്ളൂ. അപ്പോൾ അത് മറന്നു പോകരുത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ആക്ടിവിറ്റി 2. Imagine that the young student has realized the sacrifice made by the nightingale. അപ്പോൾ നൈറ്റിംഗൽ ചെയ്ത ത്യാഗം തിരിച്ചറിയുന്ന സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. He feels very sad and writes a letter to his friend about it. What would he write? Write the letter. അപ്പോൾ ഫ്രണ്ടിനെ ലെറ്റർ ചെയ്തതാണ് അതിനെക്കുറിച്ച്. അപ്പോൾ എന്തായിരിക്കും ആ ലെറ്റർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, ലെറ്റർ എഴുതാം നമുക്ക്. Lane number 12, Sector 20, Washington Street, 12th March 1995. Dear Gino, hope you are in good health and happiness. Hope all are fine at home. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമുക്കറിയാം, ലെറ്ററിന് 3 പാർട്സ് ആണ് ഉള്ളത്. എന്താണ്? ഇൻട്രോ പാർട്ട്, ദ ബോഡി ആൻഡ് ദ കണ്ടന്റ്, പിന്നെ കൺക്ലൂഷൻ പാർട്ട് വേണം. അപ്പോൾ അഡ്രസ്സ് എഴുതി സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർമൽ ആണ് അല്ല ഇൻഫോർമൽ ലെറ്റർ ആണ്, ഫ്രണ്ടിനോട്ടുള്ളതാണ് അല്ലേ? ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ ഉണ്ടെന്ന് അറിയാം. 2 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? ഫോർമൽ ലെറ്റർ ഉണ്ട്, ഇൻഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതോറിറ്റീസിനോ സുപ്പീരിയേഴ്സിനോ അങ്ങനെയൊക്കെ എഴുതുന്ന, ഈവൻ ടീച്ചേഴ്സിന് ക്ലാസ്സിൽ ലീവ് ലെറ്റർ എഴുതിയാലും ദാറ്റ് ബിക്കംസ് എ ഫോർമൽ ലെറ്റർ. നമ്മൾ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എഴുതുന്ന ലെറ്ററാണ് ഇൻഫോർമൽ ലെറ്റർ. അപ്പോൾ ഇത് എന്ത് ടൈപ്പുള്ള ലെറ്ററാണ്? ഇത് ഏത് ടൈപ്പാണിത്? നമ്മൾ ഫ്രണ്ടിന് എഴുതുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ ഇൻഫോർമൽ ലെറ്റർ ആണ് കേട്ടോ. ഡിയർ ജിനോ, ഹോപ്പ് യു ആർ ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഹോപ്പ് ഓൾ ആർ ഫൈൻ അറ്റ് ഹോം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു അബൌട്ട് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഐ ഹാഡ്. യു നോ ഐ വാസ് ഇൻ ലവ് വിത്ത് ദ പ്രൊഫസേഴ്സ് ഡോട്ടർ. അപ്പോൾ ഫ്രണ്ടിനാണ്. അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മോസ്റ്റ് പ്രോബബ്ലി മിക്ക കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഒരു കത്തെഴുതുന്ന ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താണ്, ഇൻറ്റിമസി ഉള്ള ഫ്രണ്ട്സ് ആണ്. One day she said that she would dance with me at the Prince's ball the next night if I brought her a red rose. You know roses are not found in this season, so I was very sad. അപ്പോൾ റോസ് കൊണ്ടുവന്നാൽ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞതും ഈ സീസണിൽ റോസ് കിട്ടാനില്ല എന്ന് പറയുന്നതുമാണ് എഴുതുന്നത്. I was very much frustrated. I sat in my garden weeping. I feared that the professor's daughter would not dance with me. Seeing my sorrow, a nightingale took pity on me. It wanted to help me. The nightingale approached all rose trees and told them about my strange condition. No rose trees could help the nightingale. അപ്പോൾ റോസ് ട്രീയുടെ അടുത്ത് പോണതും ആരും ഹെൽപ്പ് ചെയ്യാത്ത സിറ്റുവേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Finally, it came to the rose tree near my window. The rose tree said that it could not have roses that year. The rose tree finally said that it could give a red rose only if the nightingale should sing to the tree with its breast against the thorn. The red blood must flow into its veins. All night the nightingale sang with her breast against the thorn and stained the rose tree with its lifeblood. There blossomed a marvelous red rose, and with the nightingale's blood the rose became crimson. But the nightingale gave one last burst of music and lay dead in the grass. I gave the red rose to my girl, but she refused to accept my rose and cheated me. I feel this pain lesser when I compare it with that of the nightingale. I feel quite sad about this bird. This incident will be evergreen in my memory. I love all the birds and animals and will always do whatever I can to preserve and protect everything in nature. Regards, signed Tony. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു യങ് സ്റ്റുഡൻറ്റിന് ഒരു പേര് കൊടുത്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ
നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അവസാനം ഒരു കൺക്ലൂഷൻ പോലെ പറയുന്നത്, എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ ഇനി ആനിമൽസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും, ബേർഡ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും, എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നു. എനിവേ നമുക്ക് ഇത് ഒരു ഇമാജിനേഷൻ ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ആ ബോയ് അറിയണം അല്ലേ, നൈറ്റിംഗിൾ സ്വന്തം ജീവൻ കൊടുത്ത് ആണ് ആ റോസ് ഉണ്ടാക്കിയതെന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് തോന്നി. എന്നാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും സിറ്റുവേഷൻ. എൻ്റെ സ്നേഹത്തിന് വേണ്ടി മരിച്ച നൈറ്റിംഗിളിനോട് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ, പക്ഷെ മരിച്ചുപോയി എന്തായാലും. അടുത്ത ആക്ടിവിറ്റി goes to his room overwhelmed with feelings and makes a diary entry. ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ നിരാശനായ കുട്ടി റൂമിൽ പോവുകയാണ്, എന്നിട്ട് എന്താണ് ഡയറി എൻട്രി ചെയ്യാൻ പോവാം. ഡയറി എൻട്രി എന്താണ്, ഡയറി എഴുതാൻ പോവാണ് അല്ലേ. ഡയറി എഴുതാറുണ്ടോ, നിങ്ങൾ എഴുതാറുണ്ടോ? നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? Write the diary entry in which you should express the student's feeling about being rejected in love, what he thinks of the professor's daughter, what he would do in future. അപ്പോൾ സ്റ്റുഡൻറ്റ് റിജക്റ്റ് ചെയ്യുമ്പോൾ ഇത് എഴുതണം, പ്രൊഫസറിൻ്റെ ഡോട്ടറിനെ കുറിച്ച് എന്ത് എഴുതണം, എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ ചെയ്യുന്നത് എഴുതണം. അപ്പോൾ ഡയറി എൻട്രി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഒരു ഡയറി എഴുതുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആണ് അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രി കിടക്കുന്നതിന് മുമ്പാണ് നമ്മൾ മിക്കപ്പോഴും ഡയറി എഴുതുന്നത്. ഈ ചിലപ്പോൾ നിങ്ങളൊക്കെ ഡയറി എഴുതുന്നുണ്ടാവും, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്തായിരിക്കും, രാവിലെ ഞാൻ ഇത്ര മണിക്ക് എണീറ്റു, അത് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലവർ അങ്ങനെയല്ല ഡയറി എഴുതുന്നത്. ചിലവർ അന്ന് നടന്ന എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻസ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം ഡയറിയിൽ കുറിക്കുന്നവരുണ്ട്. വേൾഡ് ഫേമസ് ഡയറി എൻട്രീസ് ഉണ്ട്, നമ്മൾ തന്നെ പഠിച്ചിട്ടുള്ളതുണ്ട്. ആൻഡ് ഫ്രാങ്കിൻ്റെ ഡയറി എൻട്രി ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ എഴുതി തുടങ്ങി, മേ ബി നിങ്ങളുടെ ഡയറി എൻട്രിക്ക് എന്തെങ്കിലുമൊക്കെ ഫേമസ് ആയാലോ. അപ്പോൾ എഴുതുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ട് ഡയറി എഴുതാറില്ല ഇല്ലേ, ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ എഴുതാറില്ല. പിന്നെ എന്താണ്, ഡിയർ ഡയറി എന്നൊക്കെ വെച്ച് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ ഡയറിനോടാണ് പറയുന്നത്. വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദ ഒൺലി തിങ് വേർ സീക്രട്സ് ആർ കെപ്റ്റ്. അങ്ങനെ തോന്നാറില്ലേ? നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്ന സീക്രട്സ് വേറൊരാളോട് പറയരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ പലതും വേറെ ആൾക്കാർ അറിയാറുണ്ട്. ഇപ്പോൾ ഡയറി എന്ന് പറയുമ്പോൾ നമ്മുടെ സീക്രട്ട് കീപ്പറാണ്. വേറെ ആരും എടുത്ത് വായിച്ച് നോക്കില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഡയറി എഴുതി തുടങ്ങാം. ബിക്കോസ് ഡയറി മിക്കപ്പോഴും നമ്മുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാവാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡയറി എൻട്രി എഴുതി നോക്കാം കേട്ടോ. 23rd March 1992 മൺഡേ ഉണ്ടോ, ഡേറ്റ് എഴുതാം. കാരണം എന്നാലാണ് അതിനൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, നമ്മളൊരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറിയിൽ എഴുതുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം വിഷമിപ്പിച്ച ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ അത്രത്തോളം സന്തോഷം തന്ന. അപ്പോൾ ഡേറ്റ് എഴുതാൻ മറക്കരുത്. പിന്നെ മൈ ഡിയർ ഡയറി തുടങ്ങാം, ഡിയർ ഡയറി തുടങ്ങാം, അത് നിങ്ങളുടെ ഇഷ്ടം. വാട്ട് എ റിച്ച്ഡ് ഫേറ്റ്, ഹൗ ക്രൂവൽ ദ പ്രൊഫസേഴ്സ് ഡോട്ടർ ഇസ്. I have never thought she would be so ungrateful. I can't even imagine. She said the red rose would not go with her dress. The Chamberlain's nephew has given her jewels. How dare she say that the jewels cost far more than flowers? Impudent. The darkest day in my life. What a silly thing love is. I pin for it. Worthless. Can wealth and position be more valuable than a man's life? Never again trust a girl. A nightingale sacrificed its life for me. I take a pledge that I shall dedicate my whole life for the protection and preservation of everything in nature. അപ്പോൾ ലൈക്ക് ആ ഡയറി എൻട്രിയിൽ നമുക്കറിയാം അത്രത്തോളം ഫീലിങ്സ് നല്ലതാണ്. ഒന്നൊന്ന് നോക്കിയാലും നല്ലതാണ്. വായിക്കുന്ന ഉറപ്പില്ലെങ്കിൽ, ഇപ്പം നമുക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങളോട് എഴുതാൻ ഞാൻ ആവശ്യപ്പെടില്ല. കാരണം മറ്റുള്ളവരോട് പറയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് മിക്കപ്പോഴും ഡയറിയിൽ എഴുതാറ്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചെന്നറിയോ, നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഒന്ന് റിലാക്സ്ഡ് ആവും, കുറച്ചൊന്ന് കൂളാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഡിപ്രഷൻ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇപ്പം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക് ഡിപ്രഷനാണ്. എന്തറിയാം എന്നിട്ട് പറയുന്ന പാടാണ് എന്തറിയാം എന്ന്. എന്താണ് ഡിപ്രഷൻ എന്ന് അറിയാമോ എന്ന് എനിക്കറിയില്ല. ആ ഡിപ്രഷൻ്റെ സ്റ്റേജ് അറിയാതെ, ഡിപ്രഷൻ്റെ ഇതറിയാതെ ചിലപ്പോൾ സിൻസിയർ കേസസ് ഉണ്ടാവും. കാരണം അത്രയും സിൻസിയർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇല്ല എന്നല്ല ടമിസ് പറയുന്നത്, അങ്ങനത്തെ അവരുണ്ടാവും. അപ്പോൾ പക്ഷെ ചിലവർ എല്ലാം ഉണ്ടായിട്ടും ചുമ്മാ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ചെറിയ ഇപ്പോൾ മിസ്സിൻ്റെ വീടിൻ്റെ അടുത്ത് നടന്നൊരു സംഭവമാണ്. ആക്ച്വലി വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം റിച്ച് ഫാമിലിയാണ്. അപ്പോൾ എന്താ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ പൊറോട്ട വേണം എന്ന് പറഞ്ഞു. നമുക്കറിയാലോ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡിൽ പൊറോട്ട, ഇറച്ചിക്കറിയൊക്കെ വരും, ബീഫ് അല്ലേ. അപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു, ഇല്ല പറ്റില്ല, ഇന്നിപ്പോൾ അത് വാങ്ങിച്ചു തരില്ല, ഉച്ചയ്ക്കും നല്ല ഫുഡൊക്കെ ആയിരുന്നില്ലേ, സോ പിന്നെ ഒരു ദിവസം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. സംഭവം നിസ്സാരം, ഡിപ്രഷനാണ്.
പിന്നെ ഡിപ്രഷൻ്റെ അവസാന സ്റ്റേജ് എന്താ? സൂയിസൈഡാ. ദ ബോയ് കമ്മിറ്റഡ് സൂയിസൈഡ്. എന്തിനായിരുന്നു? പൊറോട്ടയ്ക്ക്. മനസ്സിലായി? അതാണ് നിങ്ങളുടെ ഡിപ്രഷനും ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ നിസ്സാര കാര്യത്തിന്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ലൈഫ് എങ്ങനെ ഫേസ് ചെയ്യും? ഇവിടെ ഈ ആൺകുട്ടി സൂയിസൈഡ് ചെയ്തു, നമ്മുടെ കഥയിലെ ബോയ് യങ് സ്റ്റുഡന്റ് ഇല്ലല്ലോ, ഭയങ്കര പെയിൻ ആയിരുന്നില്ലേ, സിൻസിയർ ലവ് ആയിരുന്നില്ലേ, വഞ്ചിച്ചില്ലേ, ബിട്രേ ചെയ്തില്ലേ. സോ ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്. ഒരു ചെറിയ കാര്യം. അപ്പൊ പൊറോട്ട എന്ന് പറയുമ്പോൾ എന്തൊരു നിസ്സാര കാര്യം, ഇവിടെ ഇത്രയും കൂടി സീരിയസ് കാര്യമാണ്. അപ്പോൾ ഡയറിയിലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ കൂളാക്കാൻ ഡയറിക്ക് പറ്റും. നിങ്ങൾ ആരോടും ഷെയർ ചെയ്യണ്ട, കീപ് ഇറ്റ് ഇൻ എ ഡയറി, എടുത്ത് വെച്ചോളൂ, ഡ്രസ്സിന്റെ അടിയിലോ എവിടെയെങ്കിലും ഒക്കെ എടുത്ത് വെച്ചോളൂ. സോ യു വിൽ ബി കൂൾ. അത് ഇനി കുറേ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ സംഭവിച്ചിരുന്നോ എൻ്റെ ജീവിതത്തിൽ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നും. സോ യു വിൽ ഫീൽ റിലാക്സ്ഡ്. സോ ഡിപ്രഷനൊക്കെ തന്നെ താനെ മാറിക്കോളും. കേട്ടല്ലോ? അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യാം. അപ്പോൾ ഈ ഡയറി എൻട്രി ഒക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറി എൻട്രി എഴുതാലോ അല്ലേ? എഴുതി നോക്കുക, ഡേറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം. Moving on to next activity, activity 4 ആണ്. The relationship between man and nature is one of the themes of the story The Nightingale and the Rose. അപ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നത്. ഇൻ ദ സ്റ്റോറി ദ നൈറ്റിംഗൽ, ദ ഗ്രീൻ ലിസാർഡ്, ദ റോസ് ട്രീ സ്പീക്ക് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. അല്ലേ? ഇവരെല്ലാവരും മനുഷ്യരെ പോലെയാണ് സംസാരിക്കുന്നത്. Look at the poster given below and identify the features of a poster. Design a poster for promoting awareness on the need for conserving nature. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റേഴ്സ് യൂഷ്വലി കണ്ടെയ്ൻ എന്തൊക്കെയാണ്? നോട്ടീസസ്, അഡ്വർടൈസ്മെന്റ് ഓർ ഇൻവിറ്റേഷൻസ്. ദേ ആർ അട്രാക്റ്റീവ് ആൻഡ് ക്യാപ്റ്റിവേറ്റിംഗ്. അതാണ് പോസ്റ്ററിന്റെ പ്രത്യേകത. നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമ്മൾ തല തിരിഞ്ഞ് നോക്കും, കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ദേ ആർ ഡിസൈൻഡ് ഐദർ ടു ഇൻവൈറ്റ് അവർ അറ്റൻഷൻ ടു ആൻ ഇവന്റ് ഓർ ടു ക്രിയേറ്റ് അവയർനെസ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കും, എന്തെങ്കിലും ഒരു കടയുടെ പരസ്യം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ലൈക്ക് എന്തെങ്കിലും ഒരു ബിഗ് ഡേ ഒക്കെ അവിടെ നടക്കുമ്പോൾ അതായിരിക്കും ഒരു പോസ്റ്റർ. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അവയർനെസ്, നമുക്ക് എന്തെങ്കിലും ബോധവൽക്കരണം പോലെയുള്ള പോസ്റ്റേഴ്സും കാണാറുണ്ട്. അപ്പോൾ പോസ്റ്റേഴ്സ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. എന്തായാലും ക്യാച്ചി ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, എന്താണ് ഇൻവൈറ്റിംഗ് അറ്റൻഷൻ ആയിരിക്കണം. അതാണ് മെയിൻ ഉദ്ദേശം നമ്മുടെ പോസ്റ്റേഴ്സിൽ. ഫീച്ചേഴ്സ് ഓഫ് എ പോസ്റ്റർ, അതിലെ ലേ ഔട്ടും കണ്ടന്റും ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീസ് അവർ ലൈഫ് ബ്ലഡ്, ഗോയിങ് ഗ്രീൻ ഈസ് ആസ് ഈസി ആസ് ABC. പ്രൊട്ടക്ട് ഈ ട്രീസ്. ഇതാണ് നമുക്കുള്ള തന്നിരിക്കുന്നത്. അപ്പം നമ്മളോടൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? എഫക്റ്റീവ് ഇൻ ഹൈലൈറ്റിംഗ് ദ ഇഷ്യൂ. ഏതാണ് ഇഷ്യൂ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഗുഡ് യൂസ് ഓഫ് ടെക്സ്റ്റ് ഓർ ഇമേജ് ഓർ ലേ ഔട്ട്. നല്ല ഇമേജും ടെക്സ്റ്റും, ഇപ്പോൾ നല്ല അട്രാക്റ്റീവ് ടെക്സ്റ്റ് ഫോണ്ടൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം. ഇലസ്ട്രേഷൻ ഉണ്ടാവണം, ഒരു ബ്രീഫായിട്ട് ക്യാപ്ഷൻസ് വേണം. ക്ലിയർ ആൻഡ് ബോൾഡ് മെസ്സേജ്, എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യണം. സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് ലാംഗ്വേജ് ആയിരിക്കണം. എനിക്ക് ഭയങ്കര വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ലാംഗ്വേജ് ഒന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട. ഡീറ്റെയിൽസ് ലൈക്ക് പ്ലേസ്, ടൈം, ഓർഗനൈസേഴ്സ് എക്സെട്ര അത് വേണമെങ്കിൽ കൊടുക്കാം. ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞ അവയർനെസ് ആണ്, എന്തെങ്കിലും പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ് പ്രോഗ്രാം എവറിത്തിങ് മസ്റ്റ് ബി ദെയർ. പിന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരരുത്. അതിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതായിരിക്കണം. സോ ഇതിൽ മിസ് ചെയ്തിരിക്കുന്നതാണ് പ്ലാൻ ട്രീ സേവ് ലൈഫ് ഓൺ എർത്ത് എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇമേജ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിസ് ഇവിടെ സണ്ണിനെ കാണിച്ചിട്ടുണ്ട്. ഒപ്പം മിസ് 2 കാര്യങ്ങൾ കൂടി കാണിച്ചിട്ടുണ്ട്. എന്താണിത്? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ശ്വസിക്കാൻ വേണ്ടത് ഓക്സിജൻ ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ ആരാണ് വേണ്ടത് ഈ ഭൂമിയിൽ? മരങ്ങളും ചെടികളും ഒക്കെ വേണം. എന്നാലാണല്ലോ അവർ അത് എടുത്തുകൊണ്ട് പോകുള്ളൂ. നമ്മുടെ അല്ലെങ്കിൽ വായുവിൽ നമ്മൾ മരങ്ങളും ചെടികളും എല്ലാം വെട്ടി നശിപ്പിച്ചിട്ടുള്ള ഒരു ലോകം ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഓക്സിജൻ കിട്ടില്ല. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ്, നമ്മൾ മരിക്കില്ലേ. സോ നമ്മുടെ സർവൈവൽ ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദ പ്ലാന്റ്സ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ പ്രിപ്പയർ യുവർ പോസ്റ്റർ ഓൺ യുവർ ഓൺ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ഇമേജ് വേണം, ഒരു ക്യാപ്ഷൻ വേണം, അതിന് ഇതാക്കിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ള. ഇപ്പം ഈ പോസ്റ്റർ കാണുമ്പോൾ വളരെ വ്യക്തമാണ് എന്താണ് നമ്മൾക്ക് നമ്മുടെ സർവൈവൽ അതിലുണ്ട് എന്നുള്ളത് പറയാതെ അത് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ക്യാപ്ഷൻസും ഒക്കെ ആയിട്ട് വേണം പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ. യു ക്യാൻ പ്രിപ്പയർ യുവർ ഓൺ പോസ്റ്റേഴ്സ്. ലെറ്റ്സ് സ്പീക്ക്. അപ്പം നമ്മൾ ഇനി സംസാരിക്കാൻ പോവുകയാണ്. ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്പീക്ക് ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, റൈറ്റ് ഉണ്ട്, അങ്ങനെ കുറേ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ അടുത്തത് സംസാരിക്കാനാണ് പോകുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 1. The Nightingale sacrificed her life for true and ideal love. അപ്പോൾ നൈറ്റിംഗൽ ജീവത്യാഗം ചെയ്തു യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലേ? Do you think that the Nightingale has made the right choice? Why?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റൈറ്റിങ്ങൾ ചെയ്തത് ശരിയായ ഒരു കാര്യമാണെന്ന്? എന്തുകൊണ്ട്? ഗിവ് അറ്റ്ലീസ്റ്റ് 2 reasons to support your answer. 2 കാരണങ്ങളെങ്കിലും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. The Nightingale sacrificed her life for true and ideal life. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം, നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഐ യൂസ് വെച്ചിട്ട് ഐ തിങ്ക്, ഐ ബിലീവ്, ഇറ്റ് സീംസ് ടു മീ ദാറ്റ്, ഇൻ മൈ ഒപ്പീനിയൻ, അങ്ങനെ പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നൈറ്റിംഗിൾ ആണ് പറയേണ്ടത് അല്ലേ? നൈറ്റിംഗിളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ്, ഹി ഈസ് റൈറ്റ്. അല്ലെങ്കിൽ മിസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് റോങ് അല്ലേ? ഒരു ലവിന് വേണ്ടിയിട്ട് ഒരു ലൈഫ് സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത് ഓക്കെ, സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ജീവന് ഭയങ്കര വിലയുണ്ട് അല്ലേ? നമുക്ക് ജീവൻ തന്നിരിക്കുന്നത് ദൈവമാണെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെടുക്കാനുള്ള ഇത് നമുക്കില്ല, അവകാശം നമുക്കില്ല. സോ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഇല്ലാത്ത കാര്യം വേണമെന്ന് ശഠിക്കുന്നത് തന്നെ അത് സ്നേഹമില്ലായ്മയാണ് അല്ലേ? ആ സമയത്ത് സീസൺ അല്ല, റെഡ് റോസ് ഉണ്ടാവില്ല. ഇനി റെഡ് റോസ് തന്നാലേ ഞാൻ ഡാൻസ് കളിക്കും എന്ന് പറയുമ്പോൾ എന്താ? ഒരിക്കലും ഡാൻസ് കളിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ആൺകുട്ടിയുടെ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ആൺകുട്ടിക്ക് വിവരം മീൻസ് വായനയും വിവരവും ഒക്കെ ഉണ്ടെങ്കിലും എന്താണ് ഈ ലോകത്ത് ജീവിക്കേണ്ട കുറേ കാര്യങ്ങളില്ല. ചിലവർ അങ്ങനെയാണ്, തിയറിറ്റിക്കലി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും, പ്രാക്ടിക്കൽ ലൈഫിലായിട്ട് വരുമ്പോൾ ബിഗ് സീറോസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വർക്ക് വെച്ചിട്ട് എക്സ്പ്ലെയിൻ, ഐ എം കൺവിൻസ്ഡ്, ഐ ഫീൽ അബ്സല്യൂട്ട്ലി സർട്ടൻ ദാറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും വൈൽ സ്പീക്കിംഗ്. I think that the Nightingale did a wrong thing because I don't believe that love is better than life and we don't have the right to take one's own life. അതാണ് ഇപ്പോൾ നൈറ്റിംഗിളിൽ അറിയാൻ, നൈറ്റിംഗിൾ മരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടിട്ടാണ് നൈറ്റിംഗിൾ അത് ചെയ്യുന്നത്. അപ്പോൾ സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇങ്ങനെയുള്ള വേർഡ് യൂസ് ചെയ്യുക കേട്ടോ. സോ ഇറ്റ് എന്താണ് നമുക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് സ്പീക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം മിസ് പറഞ്ഞില്ലേ അതേപോലെ. I think the Nightingale has made the right choice because she sacrificed her life to give joy to the boy. മിസ്സിന്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. മിസ്സിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് that was not a right choice. ഇവിടെ റൈറ്റ് ചോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. because she sacrificed her life to give joy to the boy. ആ കുട്ടിക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. I believe that Nightingale's decision was good because it was for the sake of true life that she lost her life. യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ജീവൻ ബലികഴിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഗുഡ് എന്ന് പറയുന്നത്. It seems to me that Nightingale has done a great thing by sacrificing a life. Only such sacrifices will make people understand the value of true life. True love, യഥാർത്ഥ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ബലി കൊടുക്കലൊക്കെ വേണം എന്നാണ് പറയുന്നത്. In my opinion, the Nightingale should not have sacrificed her life for such a simple reason. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ മിസ്സിന്റെ കറക്റ്റ് അഭിപ്രായമായിട്ട് ലാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറ്റ് ഈസ് അപ് ടു യു, നിങ്ങളുടെ വ്യൂ പോയിന്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ആൻസർ വരേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാം. കാരണം ലെറ്റ് us സ്പീക്ക് ആണ്. സോ ഇറ്റ് ഈസ് യുവർ റൈറ്റ് ടു സ്പീക്ക് റൈറ്റ് നൗ. യു ക്യാൻ സ്പീക്ക്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ലൈറ്റിങ്ങൾ കൊടുത്തതാണോ നല്ലതെന്ന് തോന്നുന്നുണ്ടോ, കൊടുക്കാത്തതാണോ നല്ലതെന്ന് തോന്നുന്നു, എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. സോ മിസ് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ റീസൺസ് 4 റീസൺസ് തന്നിട്ടുണ്ട്. I am convinced that the Nightingale was stupid to die for the boy because he did not seek her help. സഹായം ചോദിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് സ്റ്റുപ്പിഡ്. അപ്പോൾ 5ാമത്തെ റീസൺ അതാണ്. 6ാമത്തെ റീസൺ എന്താണ്? ഐ ഫീൽ അബ്സല്യൂട്ട്ലി സർട്ടൻ ദാറ്റ് ദ നൈറ്റിംഗേൽ വാസ് എ ഫൂൾ ടു ഹാവ് സാക്രിഫൈസ് എ ലൈഫ് ഫോർ ദ സേക്ക് ഓഫ് ദ സെൽഫിഷ് സ്റ്റുഡൻറ്. ആ സെൽഫിഷ് സ്റ്റുഡൻറ് എന്നുള്ള കോൺസെപ്റ്റിനേക്കാൾ ലൈക്ക് ഇറ്റ് ഇസ് ബെറ്റർ ടു സേ ദാറ്റ് ആ സെൽഫിഷ് ഗേൾ ആണ് അല്ലേ? കാരണം മിസ് പറഞ്ഞു ആ സമയം സീസൺ അല്ല. ദെൻ വൈ ദറ്റ് ഗേൾ ഡിമാൻഡ് ഫോർ എ റെഡ് റോസ്? ബിക്കോസ് ഷീ ന്യൂ ദാറ്റ് ദ ബോയ് വിൽ നോട്ട് ഗെറ്റ് ദറ്റ് റോസ്. അപ്പോൾ നമ്മുടെ സ്നേഹം നമുക്ക് മാത്രം സിൻസിയർ ലവ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ലവ് ഇസ് നോട്ട് എ വൺ വേ തിങ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ആ സ്നേഹം വേണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളിത് ആൻസർ ചെയ്യുക. 3 റീസൺസ് സപ്പോർട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ട്, 3 റീസൺ സപ്പോർട്ട് ചെയ്യാതെയും തന്നിട്ടുണ്ട്. സോ ക്യാൻ യു പിക്ക് യുവർ ഓൺ ആൻസേഴ്സ്. മൂവിങ് ഓൺ ടു ആക്ടിവിറ്റി 2. Go through the following speech delivered by the oak tree to mourn the death of the nightingale. അപ്പോൾ നൈറ്റിംഗേളുടെ മരണം നമ്മൾ മോൺ ചെയ്യാന്ന് പറയുമ്പോൾ സങ്കടമാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഡെത്ത് റിലേറ്റ് ചെയ്തിട്ട് ഒരാളുടെ ഡെത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ലൈക്ക് ഫുഡും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ മോൺ ചെയ്യും. എന്നിട്ട് ഒരാൾ വന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് അവരെക്കുറിച്ച് സംസാരിക്കും, ആ മരിച്ച ആളെ കുറിച്ചിട്ട് സംസാരിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് വെബ് സീരീസ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ഹാവ് സീൻ. എന്തെങ്കിലും വെബ് സീരീസിലൊക്കെ മരണമൊക്കെ വരാറുണ്ടല്ലോ. മരണം വരുമ്പോൾ ഫോട്ടോ വെച്ചിട്ട് അയാളെ കുറിച്ചിട്ട് അയാൾ നല്ല ആളായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും മേ ബി
ക്ലോസ് ടു ദാറ്റ് പേഴ്സൺ, അങ്ങനെയുള്ളവർ വന്ന് സംസാരിക്കും. ഇവിടെ നമ്മുടെ ഓക്ക് ട്രീ ആണ് നൈറ്റിംഗലിനെ കുറിച്ച് പറയാനായിട്ട് വരുന്നത്. ഓക്ക് ട്രീ ഭയങ്കര ക്ലോസ് ആയിരുന്നില്ലേ, ഓക്ക് ട്രീക്ക് ഭയങ്കര വിഷമമായിരുന്നില്ലേ. ഡിയർ ഫ്രണ്ട്സ്, ഐ എം വെരി സാഡ്. It is with deep sorrow and shock that I speak about the demise of my friend the nightingale. She used to spend most of the time sitting on my branches and singing. How happy I was when I listened to her melodious songs. She sacrificed her life for the happiness of the young student. For her, love was eternal and much more precious than her life. I am deeply moved by her sacrifice. She was a great bird and a true friend to all of us. I know I will miss her a lot. May her soul rest in eternal peace. മനസ്സിലായില്ലേ ഇപ്പം എങ്ങനെയാണത് പറയുന്നതെന്ന്? ആ മരിച്ച ആളുള്ള നമ്മുടെ സ്നേഹം ഒപ്പം അതിലുള്ള ദുഃഖവുമാണ് നമ്മൾ ഇതിൽ പ്രകടിപ്പിക്കുന്നത്. Hold a condolence meeting mourning the death of the nightingale. Imagine that you are one of the following and deliver the speech. അപ്പോൾ ഒരു കണ്ടോളൻസ് മീറ്റിംഗ്, ഒരു എന്താണ് ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു മീറ്റിംഗ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലൊരു സ്പീക്കറാണ്, നമ്മൾ നൈറ്റിംഗലിനെ കുറിച്ച് സംസാരിക്കണം. അപ്പോൾ അതിൻ്റെ സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ സ്പീക്കേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലേണർ 1 എന്ന് പറയുന്നത് ദ റോസ്ട്രി ആണ്. റോസ്ട്രി എന്താണ്? എക്സ്പ്രസസ് ഗ്രീഫ് അറ്റ് ഡെത്ത്, ടെൽസ് ദാറ്റ് യു ഹാഡ് വോണ്ട് ഹർ ബട്ട് ഷീ ഡിഡ് നോട്ട് പേ എനി ഹീഡ്. അപ്പോൾ റോസ്ട്രീന് പറയുമ്പോൾ ഞാൻ വാർണിംഗ് കൊടുത്തിരുന്നു, പക്ഷേ എന്നിട്ടും മരിക്കുന്നതിനൊരു കുഴപ്പമുണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം റോസ്ട്രി പറയുന്നത് നോക്കാം. ദ റോസ്ട്രി: Dear friends, our dear friend has gone forever. As all of you know, I am the one who is responsible for her death. But I had no alternative when she came to me for a red rose. I warned her about the difficulty to get a flower in this season. She compelled me for a flower, and so I informed her to build a flower out of music by moonlight and stain it with her own heart's blood. But I did not think she would have to spend all her blood. That was why she lost her life. Her death deeply touches my heart. She is a model for all of us. Let me stop. ഇതാണ്. അത്ര വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട, പക്ഷേ കണ്ടന്റ് ചെറുതാക്കിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എ മോർണിംഗ് സ്പീച്ച്. MOUR ആണ് കേട്ടോ, MORN അല്ല. Learner 2 the green lizard ആണ് വരുന്നത്. Expresses grief at her death. Remarks that it was silly of her to have sacrificed her life for love. Puts the blame of her death on the student. Green lizard: Dear friends, it is really a shocking incident, the departure of my dear friend the nightingale. She considered love more valuable than life. What a great sacrifice the nightingale has done for the student. When I heard the sad news, I first told Daisy about it. We were humans. Think twice before you think of falling in love. I cannot say anything more. Let me stop. അപ്പോൾ ഹ്യൂമൻസിനുള്ളൊരു ബിവെയറാണ്, ഒരു വാർണിംഗ് തരുന്നുണ്ട്. നമ്മൾ when you fall in love, think twice before falling. Okay, അതാണ് പറയുന്നത്. Learner 3 the young lover ആണ് വരുന്നത്. Expresses sorrow at the sacrifice made by the nightingale. Remarks how the nightingale was very special to you. Recalls help given by the nightingale. The young lover: My dear friends, the plants and animals, I am the one who is responsible for her death. My foolishness forced the nightingale to sacrifice her life. The nightingale thought that love was better than life. Nature does not belong to man alone. You animals, birds and plants are as important as humans. She is a model for all of us. Now I understand my foolishness very well. The nightingale taught me a lesson by her sacrifice. I can never forget her. Let me stop. Learner 4 the moon recalls the night when nightingale died and was lost in grief. Bemoans the terrible loss. Acclaims that the nightingale understood the true meaning of love. Proclaims that the nightingale is a martyr of love. The moon: Dear friends, I am eyewitness to all that happened from beginning to end. She is not lost forever. Her memories are here with us forever. Her life is a lesson for all humans on the earth. Let them learn to love each other. Let them not run after money, fame or power. If so, there will be peace on your earth. She understood the true meaning of love, but neither the lady love nor the lover understood the real value of love. What a heroic deed. I feel quite sad about the bird. Let me stop. അപ്പോൾ മോർണിംഗ് സ്പീച്ചിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറയുന്നത് ശ്രദ്ധിച്ചില്ലേ? ഓരോരുത്തർ കറക്റ്റായിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നത്. സോ യു ഹാവ് ടു ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് അങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്ത് വെച്ചാലും മതി. കാരണം വെൻ യു ചേഞ്ച് ഇറ്റ് മേ ബി ദ ഫീലിങ്സ് ഓൾസോ വിൽ ബി ചേഞ്ച്ഡ്. അപ്പോൾ അത് വേണ്ട, ഇങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ.
ലെറ്റ് us discover how grammar works. Now അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഗ്രാമർ പോർഷൻ ആണ്. അപ്പോൾ ഗ്രാമർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗ്രാമർ പാർട്ടിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് പാസേജ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ വേർഡ് ഇസ് മിസ്സിംഗ് വെർ സ്ലാഷ് ഇസ് മാർക്ക്. സ്ലാഷ് എന്ന് പറഞ്ഞ ചിഹ്നമില്ലേ, സ്ലാഷ് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വേർഡ് മിസ്സിംഗ് ആണെന്നാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ടു മേക്ക് ദ പാസേജ് മീനിങ്. അപ്പോൾ ഒരു പാസേജ് അർത്ഥവത്തമായിട്ട് വായിക്കാൻ, കംപ്ലീറ്റ് മീനിങ് തന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ആ സ്ലാഷിൻ്റെ അടുത്ത് നമ്മൾ വേർഡ്സ് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. The Nightingale and the Rose is A എന്ന് പറയുന്നത് ലൈക്ക് ആക്ച്വലി ABC, ഓരോ സ്ലാഷിന് ഓരോ ഇത് ഫിൽ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. The Nightingale and the Rose is dash fairy tale. എന്താണ് ഇസ്? അവിടെ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് is a fairy tale. The dash, the plot of the story അല്ലേ, the plot മിസ് ഓൾറെഡി പറഞ്ഞു. The plot of the story is very simple. സ്റ്റോറിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. A young student thought that he was madly എന്താണ് madly dash love with the professor's daughter. Madly in love. The girl told him that she would only dance with him dash he brought her a red rose. എന്താണ് if. He felt miserable because he could not find a single red rose in എന്താണ് in the whole garden. എല്ലാ ഗാർഡനിലും നോക്കിയിട്ട് കാണാൻ പറ്റില്ലല്ലോ. The nightingale overheard this and was deeply touched by dash young man's true love. എന്താണ് by the. So she decided dash help the young man, but she was told that the only way to get a red rose in that cold winter dash for her to build it out of her music and her heart's blood. അപ്പോൾ രണ്ട് ഡാഷ് ഉണ്ട്, വലിയ ഇത്തിരി കോംപ്ലക്സ് സെന്റൻസ് ആണ് അല്ലേ. So she decided എന്താണ് to help the young man. പിന്നെ എന്താണ് to get a red rose in that cold winter dash for her എന്താണ് was for her to build it out of her music and her heart's blood. ഇനി നമുക്ക് നോക്കാം. She was ready to lay down her own life for the happiness of the young couple. She therefore did what she was told to do. The next morning the most beautiful red rose appeared, but the nightingale was found dead dash the rose tree. എന്താണ് beneath the rose tree. അപ്പോൾ നമ്മൾ സ്ലാഷ് കൊടുത്തടുത്തൊക്കെ എന്താണ് ഫിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് വെച്ചേക്കാം. ആക്ടിവിറ്റി 2, ലുക്ക് അറ്റ് ദ വേർഡ്സ് ഫ്രേസസ് അണ്ടർലൈൻ ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്. അപ്പോൾ കുറച്ച് ഫ്രേസസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രേസസ് എന്താണെന്ന് അറിയാലോ, ഷോർട്ട് സെന്റൻസസ് ആയിരിക്കും, ഷോർട്ട് വേർഡ്സ് ആയിരിക്കും, ചിലപ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാവും, ബട്ട് വിൽ ഗീവ് എൻറ്റയർ ഡിഫറെൻറ്റ് മീനിങ്. പുട്ടിൻ്റെ അർത്ഥം വേറെ ആയിരിക്കും, ഓണിൻ്റെ അർത്ഥം വേറെ ആയിരിക്കും, രണ്ടും കൂടി ചേരുമ്പോൾ വേറെ മീനിങ് വരും. ഓക്കെ. Then he put on his hat and ran up to the professor's house. These are phrasal verbs. The phrasal verbs ആണ്. The phrasal verbs usually do not bear the meanings of the words used as such. ഞാൻ പറഞ്ഞു പുട്ട് എന്നുള്ളതും ഓൺ എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം സെയിം മീനിങ് വരില്ല. ഫ്രേസൽ രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ. The meaning of put on is to wear and ran up is to move quickly to where someone is. Ran up. റാൻ എന്താണ് ഓടുക, അപ്പം എന്താണ് മുകളിൽ. അപ്പൊ റാൻ അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് ഓടുക എന്നാണോ? അല്ല. ടു മൂവ് ക്വിക്ലി ടു വേർ സമ്മൺ ഇസ്. ആരാണോ എവിടെയാണോ ഇരിക്കുന്നത് അങ്ങാട് ഓടിച്ചെല്ലാന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, രണ്ട് വേർഡ് കൂടി ചേരുമ്പോൾ എൻറ്റയർ ഡിഫറെൻറ്റ് മീനിങ് ആണ് ഫ്രേസൽ വേർബ്സ് തരുന്നത്. ക്ലിയർ അല്ലേ? ഫൈൻഡ് ഔട്ട് സച്ച് എക്സാമ്പിൾസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പോൾ നമ്മളുടെ സ്റ്റോറിയിലുള്ള കുറച്ച് ഫ്രേസൽ വേർബ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ടത് അത് പാസ് ബൈ എന്ന് പറഞ്ഞാൽ ഹാപ്പൺ വിത്തൗട്ട് ബീങ് നോട്ടിസ്ഡ്. ദ ഗേൾ വിൽ പാസ് ബൈ അല്ലേ, എന്താണ് എന്നെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നു. റാൻ പാസ്റ്റ് എന്ന് പറയുന്നത് ടു ബ്രിങ് ആൻ ഐഡിയ ഇൻ ടു ദ അറ്റൻഷൻ ഓഫ് സംവൺ, ദാറ്റ് ഇസ് റാൻ പാസ്റ്റ്. പാസ് ത്രൂ എന്താണ് മേക്ക് എ ജേർണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. സെയിൽഡ് അക്രോസും ടു മൂവ് ആണ്. ദ ബേർഡ് സെയിൽഡ് അക്രോസ് എന്ന് പറഞ്ഞില്ലേ. പേ ഫോർ എന്താണ് ടു പേ സംതിങ് അല്ലേ, ഒരു വലിയ പേ ഫോർ എന്താണ് ലൈഫാണ് പേ ചെയ്യുന്നത്. പുട്ട് ഓൺ ഓൾറെഡി പറഞ്ഞു ടു അപ്ലൈ സംതിങ്. ഐ പുട്ട് ഓൺ ദ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഇട്ടു എന്നാണ് അർത്ഥം. റാൻ അപ്പ് ഓൾറെഡി പറഞ്ഞു മേക്ക് സംതിങ് ക്വിക്ലി ടു മൂവ് ടു ദാറ്റ് പ്ലേസ് അല്ലേ, അവിടെ വേഗം പോകാൻ വേണ്ടിയിട്ട്. സോ ദീസ് ആർ സം phrasal verbs that are used in this story, The Nightingale and the Rose ലുള്ള കുറച്ച് phrasal verbs ആണ് മിസ് ഇവിടെ പിക്ക് ചെയ്ത് എഴുതിയിരിക്കുന്നത്. Make a few phrasal verbs using the following verbs. അപ്പോൾ phrasal verbs ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Take, bring, turn, carry, get, make, put എന്ന verbs തന്നിട്ടുണ്ട്. ഈ verbs കൊണ്ട് phrasal verbs ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ അല്ലേ? Now frame sentences selecting one phrasal verb from each set. അപ്പോൾ phrasal verbs ഉണ്ടാക്കണം ആദ്യം. verb തന്നിട്ടുണ്ട്, എന്നിട്ട് phrasal verb ആക്കണം, എന്നിട്ട് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് അവേ ആണ് നമ്മൾ ആദ്യം എഴുതിയേക്കണം phrasal verb. റിമൂവ് എന്നാണ് അർത്ഥം. എക്സാമ്പിൾ, the police took the protesters away. Take after, look like, resemble ആണ്. He takes after his mother. Take on, employ ആണ്. The council has had to take on 20 extra employees to handle the increased workload. ഇനി bring ആണ്. bring എന്താണ്? bring off. succeed with something difficult ആണ്. എക്സാമ്പിൾ, no one thought she had managed to do it but she brought it off in the end. bring in, earn ആണ്. the job brings in $2,000 a month. bring back, return ആണ്. cause someone to remember. he took the calculator home yesterday and hasn't brought it back yet. turn ആണ്. turn away, not allow someone to enter a place ആണ് മീനിങ് വരുന്നത്. എക്സാമ്പിൾ, dozens of people were turned away from the hostel. turn against, stop liking and start disliking. a lot of his supporters turned against him. turn off, stop a machine. turn off the lights as you leave. carry over, continue past a certain point. example, the meeting carried over into the afternoon because there was so much to talk about. carry out, perform a task. example, the government is carrying out tests on growing genetically modified crops. carry off, win or succeed ആണ് മീനിങ് വരുന്നത്. സെന്റൻസ് നോക്കാം. she carried off the first prize in the competition. get after, nag or exhort someone. you should get after them to finish the work. get ahead, progress ആണ് മീനിങ് വരുന്നത്. example, nowadays you need the skill if you wanted to get ahead. get away, escape ആണ്. the robbers got away in a stolen car which the police later found abandoned. makeover, change appearance ആണ്. the beauty salon gave her a makeover before the party. make up, invent a story. they made up an excuse for being late. make out, progress or pretend ആണ്. how are you children making out at the new school? put over, successfully execute. they put over a clever practical joke on us. put up, increase prices twice, etc. government have put tuition fees for you. UG students up again. postpone, the concerts being put off until next month because the singer got a throat infection. അപ്പോൾ phrasal verbsഉം അതിൻ്റെ മീനിങ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഓരോ സെൻറ്റൻസും ചെയ്തിട്ടുണ്ട് കേട്ടോ. Activity 3. Read the following sentences. But there is no red rose in my garden. So I shall sit lonely and she will pass me by. She will have no heed of me and my heart will break. He buried his face in his hand and wept. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കുറേ വേർഡ്സ് മിസ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈനും ചെയ്തിട്ടുണ്ട്. മൈ, ഐ, ഷീ, മീ, ഷീ, മീ, മൈ, ഹി, ഹിസ്, ഹിസ്. ഇതൊക്കെയാണ് ആ വേർഡ്സ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. The words underlined in the above sentences are word we use in the place of a noun. അപ്പോൾ noun എന്താണെന്ന് അറിയാമോ? noun എന്താണ്? What is noun? 8ാം ക്ലാസ്സുകാർക്ക് noun ഒക്കെ അറിയാലോ. എന്താ noun? noun എന്ന് പറയുമ്പോൾ നെയിം ഓഫ് പ്ലേസ്, ആനിമൽ, തിങ് ഓർ എ പേഴ്സൺ ആണ്. അതായത് നെയിമിങ് തിങ്സിനാണ് നമ്മൾ noun എന്ന് പറയുന്നത്. വേറെ കുറേ ഡിഫറെൻറ്റ് നൗൺസ് ഉണ്ട്. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കുറേ നൗൺസ് ഉണ്ട്. അപ്പോൾ noun എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് അതൊന്ന് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് എ പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ഈ നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മളിപ്പോൾ അണ്ടർലൈൻ ചെയ്ത് കണ്ടത്. ആ നൗണിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ട് എന്താണ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ പറയുമ്പോൾ രോഹിത് ഇസ് എൻ ഇൻ്റലിജൻറ്റ് ബോയ്, രോഹിത് ഇസ് സ്മാർട്ട്, രോഹിത് ഇസ് ലിവിങ് ഇൻ കൊച്ചി, രോഹിത് ഇസ് സ്റ്റഡിയിങ് ഇൻ. ഇങ്ങനെ രോഹിത് എന്ന് പറയുന്നതിന് പകരം ആ നൗണിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഹീ ഈസ് ഇൻ്റലിജൻറ്റ്, ആദ്യം മാത്രം രോഹിത് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ആദ്യം മാത്രം രോഹിത് എന്ന് പറയാം. പിന്നെ എന്താണ്? ഹീ ഈസ് എൻ ഇൻ്റലിജൻറ്റ് ബോയ്, ഹീ ലീവ്സ്. അങ്ങനെ നൗണിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. അത് നമുക്ക് കേൾക്കാനും വായിക്കാനും എഴുതാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൗണിനെ റീപ്ലേസ് ചെയ്യുന്നത്. ആ നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇപ്പം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കണ്ടത്. ആൻഡ് ദാറ്റ് വേർഡ്സ് ആർ കോൾഡ് പ്രോനൗൺസ്. അറിയാവുന്നതല്ലേ? പ്രോനൗൺസും പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ദേ ആർ കോൾഡ് പ്രോനൗൺസ് അല്ലേ. അവരെ പ്രോനൗൺസ് എന്നാണ് വിളിക്കുന്നത്. ദേ ഹാവ് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ആൻഡ് പൊസസീവ് ഫോംസ്. അപ്പോൾ ഈ പ്രോനൗൺസിന് 3 ഫോംസ് ഉണ്ട്. സബ്ജക്റ്റ് ഫോം ഉണ്ട്, ഒബ്ജക്റ്റ് ഫോം ഉണ്ട്, പൊസസീവ് ഫോംസ് ഉണ്ട്. We can categorize the above pronouns as shown in the table below. നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യാം, നോക്കാം. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസസീവ് 3 ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഐ, ഷീ, ഹി. ഒബ്ജക്റ്റ് മീ ആണ്. മൈ, മൈൻ, ഹിസ്.
പൊസസീവ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സാധനം പൊസസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ മൈ, ദാറ്റ് ഈസ് മൈ ബുക്ക്, ഹി ഈസ് മൈൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പൊസസീവ്. അപ്പോൾ പൊസസീവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒബ്ജക്റ്റും സബ്ജക്റ്റും ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. There are 7 personal pronouns in English. അപ്പം 7 personal pronouns ഉണ്ട്. Prepare a table of all the 7 personal pronouns and their object and possessive forms. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റും പൊസസീവ് ഫോംസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐയുടെ ഒബ്ജക്റ്റ് ഫോം എന്ന് പറയുന്നത് മീ ആണ്, പൊസസീവ് ഫോം എന്ന് പറയുന്നത് മൈ ആണ്. വിയുടെ അസ് ആണ്, അവരാണ് പൊസസീവ് ഫോം. യു തന്നെയാണ്, യോർ ആണ് പൊസസീവ് ഫോം വരുന്നത്. സബ്ജക്റ്റ് പിന്നെ വരുന്നത് ഹി ആണ്, ഹിമ്മും ഹിസ്സും വരുന്നുണ്ട്. ഷീ, ഹെർ തന്നെയാണ് വരുന്നത്. ഇറ്റ്സ് വരുന്നുണ്ട്. ദേ, ദം, ദേർ വരുന്നുണ്ട്. ഇനി നമ്മൾ ലെറ്റ്സ് എഡിറ്റിലോട്ടാണ് പോകുന്നത്. എഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം there are some mistakes അല്ലേ. അപ്പോൾ മിസ്റ്റേക്സ് ഉണ്ട്, മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യാം. അശ്വിൻ, a student of class 8, wrote a summary of the story The Nightingale and the Rose. അപ്പോൾ അശ്വിൻ ഒരു ക്ലാസ് 8 ഒരു സ്റ്റുഡൻറ്റ് സമ്മറി എഴുതിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറി, നമ്മൾ പഠിച്ച സ്റ്റോറി തന്നെയാണ്. റീഡ് ഇറ്റ്. ദർ ആർ സം എറേഴ്സ് വിച്ച് ആർ അണ്ടർലൈൻഡ്. എഡിറ്റ് ദ എറേഴ്സ്. അപ്പോൾ മിസ് ഇവിടെ എറേഴ്സ് അണ്ടർലൈൻ ചെയ്തിട്ടില്ല, അതിന് പകരം മിസ് ഇവിടെ വേറെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എറേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ ആ എറേഴ്സ് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ റിച്ച് ഗേൾ ടെൽസ് എ യങ് മാൻ വിച്ച് ഇസ് എ സ്റ്റുഡൻറ്റ് ദാറ്റ് ഷീ വിൽ ഡാൻസ്ഡ് വിത്ത് ഹിം അറ്റ് ദ ബോൾ ദ നെക്സ്റ്റ് നൈറ്റ് ഇഫ് ഹി ബ്രിങ്സ് ഹർ എ റെഡ് റോസ്. നോക്കി, ഒരു വിച്ച് എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മളൊരു മനുഷ്യനോ ഒരു സാധനത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? ഹൂ ആണ് അല്ലേ. ദ റിച്ച് ഗേൾസ് ടെൽസ് എ യങ് മാൻ ഹൂ ഇസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ വിച്ച് നമ്മൾ എന്താക്കും? ഹൂ ആക്കും. ഓക്കെ. ഇസ് എ സ്റ്റുഡൻറ്റ് ദാറ്റ് ഷീ വിൽ ഡാൻസ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മളത് ഡാൻസ് ആക്കുവേ. with him at the ball the next night if he brings her a red rose. However, he no has ആണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്നത്, പക്ഷേ he has no ആണ്. ഓക്കെ, എഡിറ്റിംഗ് എറേഴ്സ് ആണല്ലോ. He has no red roses and vocalizes his despair when a nightingale hears her. Her അല്ലല്ലോ, ബോയ് അല്ലേ, യങ് സ്റ്റുഡൻ്റ് അല്ലേ, അപ്പോൾ him ആണ്. The nightingale are touched by the soul of the student and desires strongly to help him. The nightingale is singular alle, is touched. The bird flied around trying to find a red rose but none are red. Flied alla, flies. She finally, spelling നോക്കൂ, finally യുടെ സ്പെല്ലിംഗ് തെറ്റാണ്. അപ്പോൾ കറക്ഷൻ വരുന്നത് FINALLY. Pierce her heart on a thorn to bleed onto a white rose, making it a brilliant red rose, and in the process dies. A student finds the rose. A student alla, the student finds the rose and is thrilled, so he plucks it and brings it to his love. The girl rejects the rose, saying it won't match her dress. Someone else has brought her jewels. Spelling തെറ്റാണ്. ജുവൽസിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് JEWELS ആണ്. Which are much better. Angrily the student walks away and throws the rose in the gutter where it is run over by a cart. He concludes ആണ് പറഞ്ഞിരിക്കുന്നത്. He concludes that love is ridiculous and logic is better. അപ്പോൾ നമ്മുടെ എറേഴ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഗെയിം പോലെയാണ് അല്ലേ, ലാംഗ്വേജ് കൊണ്ടുള്ള ഒരു കളിയാണ്. എന്താന്ന് നോക്കാം. Read each sentence and fill in the blanks with an adverb from the box. അപ്പോൾ നമുക്ക് കുറച്ച് adverbs ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് each sentence തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് fill ചെയ്യാനും പറഞ്ഞേക്കുന്നത്. നോക്കാം. Loudly, hard, angrily, happily, well, hopefully, slowly, lightly, never, hungrily, there, finally, fast. ഇനി ഇതാണ് words. എന്താണ് adverb? Do you know what is an adverb? എന്താണ് adverb? Adverb എന്ന് പറഞ്ഞാൽ adding something to the verb. verb എങ്ങനെ നടന്നു, how things are done shows adverb. മനസ്സിലായല്ലോ? എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എങ്ങനെയാണ് ഒരു പ്രവൃത്തി നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ നമുക്കറിയേണ്ടത് ആരെയാണ്? അഡ്വേർബിനെയാണ്. അപ്പോൾ വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ നമ്മൾക്ക് അഡ്വേർബ് എന്ന് വിളിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അഡ്വേർബ് എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരാൾ തന്നെയാണ്. സോ നമുക്ക് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോട്ട് പോകാം. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫിൽ ചെയ്യാൻ പോകുന്നത്. Henry ate the soup
ഹെൻറി eat the soup. എങ്ങനെയാണ് ഹെൻറി സൂപ്പ് കുടിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഹംഗ്രിലി അല്ലേ, വിശപ്പുണ്ടായിരുന്നു, അപ്പൊ ഹംഗ്രിലി ആണ്. മാളവിക ഹിറ്റ് ദ ബോൾ ഡാഷ് ആൻഡ് റൺ. മാളവിക ബോൾ ഹിറ്റ് ചെയ്തു. ഹിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹിറ്റ് ചെയ്തത്? ഹാർഡ്. ഹിറ്റ് ഹാർഡ് ആൻഡ് റൺ. ദുർഗ ബ്രഷ് ദ ക്യാൻവാസ്. ഇവിടെ നമ്പേഴ്സ് വന്നിട്ടുണ്ട് 1, 4, 6, 8, 9, 11. എന്തുകൊണ്ടാണ്? ലാസ്റ്റ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ നമുക്കൊരു ഫില്ല് ചെയ്യാനുണ്ട്, ഒരു പസിൽസ് പോലെ. അതുകൊണ്ടാണ് നമ്പർ തന്നേക്കുന്നത്. അപ്പൊ എക്രോസും ഡൗണും ഒക്കെ ശ്രദ്ധിക്കണം. അതിനാണ് ഇപ്പൊ നമ്മൾ എക്രോസിലെ ആൻസേഴ്സ് ആണ് ആദ്യം എഴുതുന്നത് കേട്ടോ. ദുർഗ ബ്രഷ് ദി ക്യാൻവാസ് ഡാഷ് വിത്ത് യെല്ലോ പെയിന്റ്. എന്താണ്? ലൈറ്റ്ലി. മിസ് അവിടെ എഴുതുന്നില്ല, മിസ്സിന് സ്ഥലം തെക്കിയില്ല, ഇവിടെ എഴുതാം കേട്ടോ. ലൈറ്റ്ലി വിത്ത് യെല്ലോ പെയിന്റ്. All the students did very dash in the reading test. Very well. The twins, 9th ആണ്. The twins couldn't believe the bird they had എന്താണ്? Finally arrived. I will sit here. You can sit. എന്തായിരിക്കും? Obviously there. അപ്പോൾ across ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി down. Naveen dash agreed to join the game. Naveen happily agreed to join the game. The girls chirped dash outside the window. എന്താണ്? loudly. കിളികൾ ഭയങ്കര ഒച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. The tired children walked home from school slowly. ടയേർഡ് ആകുമ്പോൾ നമ്മൾ സ്ലോലി അല്ലേ നടക്കുക. അപ്പോൾ കണ്ടോ, ഈ വാക്ക് എങ്ങനെ ചെയ്തു? പതുക്കെ. അതാണ് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. The cat hissed dash when the dog to walk by. The cat hissed angrily. അല്ലേ, ദേഷ്യത്തോടെ ഹിസ് ചെയ്യാന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കണം. When I heard the announcer begin to name the winners, I looked up hopefully. അനൗൺസർ പറയുമ്പോൾ പ്രതീക്ഷയോടെ നോക്കിയത് hopefully. Lucia ran dash enough to catch up with others. Lucia ran fast അല്ലേ. Rita has dash never experienced snowfall before. ഇപ്പോൾ സ്നോഫോൾ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. മിസ് ഇവിടെ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് നിങ്ങളുടെ ബുക്കിലില്ല. സോ നോക്കിയേ, 1 across ഹംഗ്രിലി ആണ്, 1 down ഹാപ്പിലി ആണ്, 2 down എന്ന് പറയുമ്പോൾ 2 down ലൗഡ്ലി ആണ്, 4 ഹാർഡ് ആണ്, 5th down ആംഗ്രിലി ആണ്, 6 ലൈറ്റ്ലി ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ മിസ് ഓൾറെഡി ആൻസർ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഈസിലി ഫിൽ ഇറ്റ് അല്ലേ. അവിടെ ആൻസർ കിട്ടി, സെയിം കറക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ഫില്ല് ചെയ്ത് കഴിയാൻ പറ്റും. അപ്പം നമ്മുടെ ലെറ്റ് us play with language എന്ന ആക്ടിവിറ്റിയും കഴിയാണ്. ആൻഡ് വി ഹാവ് ഫിനിഷ്ഡ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദിസ് ചാപ്റ്റർ. നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. സോ എന്തായിരുന്നു നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്ന അതിമനോഹരമായ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ മിസ് ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ്. അഡീഷണൽ ഗ്രാമർ, ഇപ്പോൾ അഡ്വേർബിനെ കുറിച്ച് മിസ് പറഞ്ഞില്ലേ, അതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എക്സാം പോയിന്റ് ബുക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ അല്ലേ. എന്തായിരുന്നു? The Nightingale and the Rose tells us the importance of sacrifice, love and greed. സാക്രിഫൈസ് ആരാണ് ചെയ്തത്? ബേർഡ് ആണ് ചെയ്തത്. സ്നേഹിച്ചത് ആരാണ്? യങ് സ്റ്റുഡൻ്റ് ആണ്. ഗ്രീഡി ആരായിരുന്നു? ദ ഗേൾ അല്ലേ, ദ ഗേൾ ആയിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് ദർ ഇസ് എ ട്രൂ ലവ്, ജസ്റ്റ് ഫൈൻഡ് ദ ട്രൂ ലവ് ഇറ്റ് സെൽഫ് അല്ലേ. നമ്മൾക്ക് ഒരാളെ പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റില്ല. ഐ ഡു ബിലീവ് ദാറ്റ് യു കനോട്ട് അസസ് എ പേഴ്സൺ ഈസിലി. അപ്പോൾ വേറൊരാളെ അസസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഡോണ്ട് ഡു ലൈക്ക് ഫൂളിഷ് തിങ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ആണ് ആക്ച്വലി ഈ ഓഥർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓസ്കാർ വൈൽഡ് ഈസ് ആക്ച്വലി ടെല്ലിങ് അസ് ടു ലീവ് വിത്തൗട്ട് ദ ഹോപ്പ് ഓഫ് ലവ് അല്ലേ. ലവിന്റെ പ്രതീക്ഷ ഇല്ലാണ്ടൊക്കെ ജീവിക്കാം, അല്ലാതെ ലവ് ആണ് എല്ലാം എന്ന് വിചാരിക്കരുത്. ലൈഫ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഡോണ്ട് റൂയിൻ യുവർ ലൈഫ് ഫോർ എനിത്തിങ് ഓർ ഫോർ എനിബഡി. ക്ലിയർ അല്ലേ? അപ്പോൾ വണ്ടർഫുൾ ചാപ്റ്റർ ആണ് പഠിച്ചത്. എനിവേ ദ നൈറ്റിംഗൽ വാസ് എ ബേർഡ് ഹു ബിലീവ്ഡ് ഇൻ ലവ് അല്ലെ. ട്രൂ ലവിൽ ബിലീവ് ചെയ്തിരുന്ന ഒരാളാണ്. വാട്ട് എ സില്ലി തിങ് ലവ് വാസ് എന്നാണ് ദ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് എ സില്ലി തിങ് ഓർ ട്രൂ തിങ്. എനിവേ ദാറ്റ് ഇസ് അപ് ടു യു ഓൾ. സോ ഐ എം വൈൻഡിങ് അപ്പ് ദ ചാപ്റ്റർ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു children.